നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 3 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണി തുടർച്ചയായ 5ാമത്തെ ആഴ്ചയും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയും സെൻസെക്സും 1%, നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും 2% ഇടിഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. ഇനി US മാർക്കറ്റുകളിലേക്ക് വരാം. മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ് തന്നെയാണ് ഈ ആഴ്ച S&P 500 രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് 2.9% ഇടിഞ്ഞു. ഏപ്രിൽ തുടക്കത്തിന് ശേഷമുള്ള ഏറ്റവും മോശം ആഴ്ച കൂടിയാണിത്. ഡൗ ജോൺസ് 2.9%, നാസ്ഡാക്ക് 2.2% ഇടിഞ്ഞു. 2 കാരണങ്ങൾ കൊണ്ടാണ് US വിപണി വെള്ളിയാഴ്ച ഇടിഞ്ഞത്. ജൂലൈയിൽ തൊഴിൽ റിപ്പോർട്ട് പ്രതീക്ഷിച്ചതിലും മോശമായതിനാലും പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലരായതിനാലുമാണ് വെള്ളിയാഴ്ച ഇടിഞ്ഞത്. നിരവധി US വ്യാപാര പങ്കാളികളുടെ മേലുള്ള താരിഫ് ഉയർത്താൻ ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെക്കുകയുണ്ടായി. പുതിയ നിരക്കുകൾ 10% നിന്നും 41% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്ത നമ്മൾ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. യൂറോപ്യൻ വിപണിയിലേക്ക് വരാം. വലിയ നഷ്ടത്തിൽ തന്നെയാണ് യൂറോപ്യൻ വിപണികളും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.8% ഇടിഞ്ഞു. യുഎസിന്റെ പുതിയ താരിഫ് നയങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഇടിവിന് കാരണമായത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ 1.5% നേട്ടത്തിൽ $1,14,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിൽ ഒരു തിരിച്ചുവരവാണ് വെള്ളിയാഴ്ച കണ്ടത്. 2% ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 74,320 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് സെപ്റ്റംബറിൽ വീണ്ടും വലിയ തോതിൽ ഉൽപ്പാദന വർധനവിന് OPEC പ്ലസ് സമ്മതിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഏഷ്യൻ വ്യാപാരത്തിൽ എണ്ണവില ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $69.27 പെർ ബാരൽ എന്ന നിലയിൽ 0.56% ഇടിവിലാണ്. WTI ഫ്യൂച്ചേഴ്സ് ഉള്ളത് $66.96 പെർ ബാരൽ എന്ന നിലയിൽ 0.55% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ പുറത്തു വന്ന Q1 റിസൾട്ടുകളിലേക്കാണ് ഇനി. ഇന്ത്യൻ കമ്പനികളിലെ 1ാം പാദത്തിലെ വരുമാനത്തിൽ ഇടിവ് വന്നിരിക്കുന്നു. വിൽപ്പനയിൽ വെറും 7% വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. 771 കമ്പനികളുടെ 1ാം പാദത്തിലെ മൊത്തത്തിലുള്ള പ്രകടനമാണ് വിലയിരുത്തുന്നത്. അറ്റ വിൽപ്പനയിൽ വർഷം തോറും 7% വർധനവാണ് വന്നിരിക്കുന്നത്. മുൻ 2 പാദങ്ങളെ അപേക്ഷിച്ച് വേഗത വളരെ കുറവാണ്. അതായത് ഡിമാൻഡിൽ ദുർബലത തുടരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അഥവാ പ്രവർത്തന ലാഭത്തിൽ വർഷം തോറും 6% വർധനവ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ വർഷം തോറും 8 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വന്നിരിക്കുന്നു. 4 പാദത്തിലെ ഏറ്റവും മോശം പ്രകടനം കൂടിയാണിത്. ഇനി അറ്റാദായം പരിശോധിച്ചാൽ വർഷം തോറും 6% വർധനവാണ് രേഖപ്പെടുത്തിയത്. മറ്റു വരുമാനങ്ങളിൽ വർഷം തോറും 20% വർധനവാണ് വന്നിരിക്കുന്നത്. ഏതായാലും Q1 പ്രകടനങ്ങൾ മികച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി ഇന്ന് റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക്. ആദ്യം ITCയുടെ റിസൾട്ടാണ്. പ്രോഫിറ്റിൽ 3.2% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 5,343.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.9% വർധനവ് രേഖപ്പെടുത്തി 21,494.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ABB ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 351.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.2% വർധനവ് രേഖപ്പെടുത്തി 3,175.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഫെഡറൽ ബാങ്കിന്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14.6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 861.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2% വർധനവും ഗ്രോസ് NPAയിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 1.91%. കഴിഞ്ഞ ക്വാർട്ടറിൽ 1.84% അടുത്തത് സ്റ്റൈലം ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.3% ഇടിവാണ് വന്നിരിക്കുന്നത്. 28.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.7% വർധനവ് രേഖപ്പെടുത്തി. അതർ ഇൻകമായി വന്നിരിക്കുന്നത് 0.78 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 2.6 കോടി രൂപയായിരുന്നു. മറ്റൊരു സ്റ്റോക്ക് GR ഇൻഫ്രാ പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 56.8% വർധനവാണ് വന്നിരിക്കുന്നത്. 244.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.1% ഇടിവ് വന്നിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ. മറ്റൊരു കമ്പനി ശക്തി പമ്പ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.5% വർധനവ് രേഖപ്പെടുത്തി 96.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.7% വർധനവ് രേഖപ്പെടുത്തി 622.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 83.2% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 203.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 53.2% വർധനവ് വന്നിരിക്കുന്നു. 373.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് നാരായണ ഹൃദയാലയ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 2.4% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 15.4% വർധനവും ഇയർ ഓൺ ഇയറിൽ വന്നു. അടുത്ത PC ജ്വല്ലേഴ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 3.8% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നപ്പോൾ റവന്യൂവിൽ 80.7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് MCX ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 83.2% വർധനവ് രേഖപ്പെടുത്തി. 203.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 59.2% വർധനവ് രേഖപ്പെടുത്തി. 373.2 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂ വന്നിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരിക. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാണ് ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 3366 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്തത്. DIS ആവട്ടെ 3187 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ജൂലൈ മാസത്തിലും അവർ നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.81% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.30% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.81% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 1.13% നേട്ടത്തിൽ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 76 പോയിന്റ്സ് നേട്ടത്തിലാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,565-ൽ 203 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. നിഫ്റ്റി വ്യാഴാഴ്ചത്തെ ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിന്റ്സ് ഒക്കെ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സോണിൻ്റെ ലോവർ എൻഡിൽ നിഫ്റ്റി അതോടെ ടച്ച് ചെയ്യും. ഇനി അവിടെ നിന്നും താഴേക്ക് വീഴുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപക്ഷെ ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ആണോ അതോ ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണോ ഇതോടുകൂടി സംഭവിക്കുക എന്ന്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 100-ഡേ EMA ഇപ്പോൾ ഇതോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 24,600 താഴെയായിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. അതായത് പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,450 മുതൽ 24,500 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. കാരണം ജൂൺ മാസത്തെ ലോ ലെവലായിട്ടുള്ളത് 24,473 ഈ ഒരു സോണിൽ തന്നെയാണുള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 200-ഡേ EMA ഉള്ളത് 24,180-ലാണ്. അതും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതായത് 24,200 നമ്മൾ വാച്ച് ചെയ്യേണ്ട മറ്റൊരു ലെവലാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,550 സ്ട്രൈക്കിൽ 169% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 2,484% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. അടുത്ത 24,500 സ്ട്രൈക്കിൽ 18% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 210% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,600 സ്ട്രൈക്കിൽ 29% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 784% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 55,617-ൽ 344 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ വരച്ചിരുന്ന ആ ഒരു ഡൗൺ സൈഡിലെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ഇത് 3 തവണ ടച്ച് ചെയ്ത ആ ഒരു സപ്പോർട്ട് സോണാണ് ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 50-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബിയറിഷ്നെസ് തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,500-ഉമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ഇനി വെറും 799 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.